വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16ആയി. എല്ലാവരുടെയും നില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കി. അതേസമയം സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് ഒഴിവാക്കാൻ 3 പഞ്ചായത്തിലും ബത്തേരി നഗരസഭയിലും സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശമുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടിയാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇപ്പോൾ വയനാട്ടിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 16 ആയിട്ടുണ്ട്. എല്ലാവരുടെയും നില തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണങ്ങളൊക്കെ ഇപ്പോൾ ജില്ലയെ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയൊക്കെ ഈ ജില്ല സന്ദർശിച്ചിരുന്നു. വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് ഒഴിവാക്കാനായി 3 പഞ്ചായത്തിലും ബത്തേരി നഗരസഭയിലും സ്കൂളുകൾക്കൊക്കെ ഇപ്പോൾ അവധി നൽകിയിരിക്കുകയാണ്. എന്തായാലും രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്വയം ചികിത്സയൊന്നും പാടില്ല എന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്തായാലും മലിനജലം കുടിക്കുന്നതും ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങൾ ശുചിത്വമില്ലാത്ത ആഹാരം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കണമെന്ന വലിയൊരു നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു രോഗബാധയിലൂടെ സംസ്ഥാനമൊട്ടാകെ ഉണ്ടാകുന്നത്. വയനാട്ടിൽ ഇപ്പോൾ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 16 ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.